ആണെന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ലെങ്ത് എന്ന് വെച്ചാൽ സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് കിട്ടാനുള്ള ഒരു ഫംഗ്ഷനാണ്. ഇനി ഈ സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഓരോ ക്യാരക്ടറായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഹലോ വേൾഡ് എന്നുള്ള ഈ വാക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൽ 11 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ക്യാരക്ടറും ഇങ്ങനെ ഒരു ഓർഡറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എച്ച് ആദ്യം, ഇ, എൽ, എൽ അങ്ങനെയുള്ള ഒരു ഓർഡറിലാണ് ഇത് ഇതിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോർ ചെയ്യുന്ന ഒരു സെല്ലുണ്ടെന്ന് വിചാരിക്കുക, ഒരു സെല്ലിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് വിചാരിക്കുക. ആ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഓർഡറിലാണ്. ആ ഓർഡറിലുള്ള സെല്ലിന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 0-യിലാണ്. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ 1-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഓർഡറിങ് സെല്ലിന് നമ്പർ കൊടുക്കുന്നത് 1-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പൈത്തണിൽ 0-യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0th സെല്ലിൽ എച്ച് എന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്യും. ഫസ്റ്റ് സെല്ലിൽ ഇ എന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്യും. സെക്കൻഡ് സെല്ലിൽ എൽ, തേർഡ് സെല്ലിൽ എൽ, അങ്ങനെ സ്റ്റോർ ചെയ്യും. 0 മുതൽ 10 വരെ 11 ക്യാരക്ടർ ഉള്ളതുകൊണ്ട് 0 മുതൽ 10 വരെ അങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് 0 മുതൽ 10 വരെയും എടുക്കാം, അല്ലെങ്കിൽ തിരിച്ചെടുക്കാം. ലാസ്റ്റിൽ നിന്ന് -1 മുതൽ -11 വരെ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ -1ൽ നിന്നാണ് തുടങ്ങുന്നത്. -1ൽ നിന്ന് -11 വരെ. അപ്പോൾ ഓരോ ക്യാരക്ടറിനും ഒരു സെല്ലുണ്ട്. ആ സെല്ലിന് കൊടുക്കുന്ന ഇൻഡെക്സ് ആണ്, അതിനെ ഇൻഡെക്സ് എന്നാണ് പറയുക. ഇൻഡെക്സിന് 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് 0 മുതൽ ഇൻക്രീസ് ചെയ്ത് പോകുന്നതും, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഏറ്റവും അവസാനത്തെ സെല്ല് -1 ആയിട്ട് എടുത്ത് ഡിക്രീസ് ചെയ്ത് പോകുന്നതും ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും സ്ട്രിങ്ങിന്. അതിനെയാണ് സ്ട്രിങ് ഇൻഡെക്സിംഗ് എന്ന് പറയുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 0-യിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡെക്സ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വൈയിലേക്ക് നമ്മൾ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് 0 ആണ്. ആ 0-യിൽ എന്താണെന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സ്ട്രിങ് മൊത്തത്തിൽ ഉപയോഗിക്കാതെ ആ സ്ട്രിങ്ങിന്റെ പല പല പാർട്സ് നമുക്ക് പല പല ഓപ്പറേഷൻസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ പ്രിന്റ് y സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? ഈ സ്ട്രിങ്ങിന്റെ 0th ഇൻഡെക്സിൽ എന്താണോ ഉള്ളത് അത് പ്രിന്റ് ചെയ്യും. ഇവിടെ 0th ഇൻഡെക്സിൽ എന്താ ഉള്ളത്? എച്ച് ആണ്. 0th ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എച്ച് ആണ്, ക്യാപിറ്റൽ എച്ച്. അത് അതുപോലെ പ്രിന്റ് ചെയ്യും, ക്യാപിറ്റൽ എച്ച്. ഇവിടെ ഞാൻ 5 ആണ് കൊടുക്കുന്നതെങ്കിലോ, 5 വേണ്ട, സ്പേസ് ആണ്, പ്രിന്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റില്ല. 6 ആണെങ്കിലോ എന്ത് പ്രിന്റ് ചെയ്യും? W പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലായത്? ഒരു സ്ട്രിങ് ഇങ്ങനെ പല പല ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ ഓരോ സെല്ലിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. ആ സെല്ലിന് കൊടുക്കുന്ന ഒരു സെല്ല് എന്താണെന്ന് മനസ്സിലാക്കാൻ കൊടുക്കുന്ന ഒരു പേര്, അതിനെയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലാണ്. അത്രയും മനസ്സിലായില്ലേ? ഇനി സ്ലൈസിങ് എന്താണെന്ന് പഠിക്കാം. ഇതിപ്പോൾ നമ്മൾ
സാർ കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ആദ്യം മുതൽ പറയാം. നമ്മളിവിടെ y സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു നമ്പർ എഴുതി നമ്മൾ പ്രിന്റ് ചെയ്തല്ലോ. അതിന്റെ ഒരു ജനറൽ ഫോം ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. എസ് സ്ക്വയർ ബ്രാക്കറ്റിൽ സ്റ്റാർട്ട് കോളൻ സ്റ്റോപ്പ് കോളൻ സ്റ്റെപ്പ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഈ y എന്ന വേരിയബിൾ ഇവിടെ വേരിയബിൾ നെയിമാണ്. വേരിയബിൾ നെയിമിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ സ്റ്റാർട്ട് പൊസിഷനായിട്ട് ഞാൻ 0 കൊടുത്തു, സ്റ്റോപ്പ് പൊസിഷനായിട്ട് 8 കൊടുത്തു, സ്റ്റെപ്പിന് വേണ്ടി 2 കൊടുത്തു. ഇതിനർത്ഥം 0th പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യും, 8th പൊസിഷൻ വരെ റൺ ചെയ്യും. എൻ്റെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ 2 ആയിരിക്കും. അതായത് ഇത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. എച്ച് പ്രിന്റ് ചെയ്യും, എന്നിട്ട് ഈ പ്രിന്റ് ചെയ്യില്ല. ഇവിടെ സ്റ്റെപ്പ് 2 ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് എല് പ്രിന്റ് ചെയ്യും. എല് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് 4 പ്രിന്റ് ചെയ്യും. 4ന്റെ ഒരു സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് W. അങ്ങനെ 8th പൊസിഷൻ വരെ പ്രിന്റ് ചെയ്യും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എച്ച് പ്രിന്റ് ചെയ്തു, പിന്നെ എല് പ്രിന്റ് ചെയ്തു, O പ്രിന്റ് ചെയ്തു, W പ്രിന്റ് ചെയ്തു, പിന്നെ 8ന് തൊട്ട് മുന്നേ വരെ ഇത് റൺ ചെയ്യുള്ളൂ. 8 കൊടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ ഉള്ള 8th പൊസിഷൻ പ്രിന്റ് ചെയ്യില്ല. അതിന് തൊട്ട് മുന്നേ ഉള്ള ഇതുവരെ പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് 8th പ്രിന്റ് ചെയ്യാതിരിക്കുക. വേറൊരു എക്സാമ്പിളോടെ കൊടുത്ത് നോക്കാം. y സ്ക്വയർ ബ്രാക്കറ്റിൽ 1 to 9 കോളൻ 2. ഇത് റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഇൻഡെക്സിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം പ്രിന്റ് ചെയ്യുന്ന ഇ ആയിരിക്കും. പിന്നെ പ്രിന്റ് ചെയ്യുന്ന എന്തായിരിക്കും? എല്, തേർഡ് പൊസിഷനുള്ള. പിന്നെ 5th പൊസിഷനുള്ള സ്പേസ് പ്രിന്റ് ചെയ്യും. പിന്നെ 7th പൊസിഷനുള്ള O പ്രിന്റ് ചെയ്യും. 9th പൊസിഷനുള്ള എല് പ്രിന്റ് ചെയ്യില്ല. 9ന് തൊട്ട് മുന്നേ വരെ ഉള്ളത് പ്രിന്റ് ചെയ്യുള്ളൂ. എന്തായിരിക്കും കിട്ടുക? ഇ എൽ സ്പേസ് O, ഇ എൽ സ്പേസ് O, അങ്ങനെ കിട്ടും. വേറെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഈ 3 വേരിയബിളും കൊടുക്കണമെന്നില്ല. ഇപ്പൊ സ്റ്റാർട്ട് സ്റ്റോപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഈ സ്റ്റെപ്പ് 1 ആയിട്ട് എടുക്കും. അതായത് y സ്ക്വയർ ബ്രാക്കറ്റിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആദ്യം 2 വാല്യൂസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 0 2 വാല്യൂ മാത്രമേ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. 0യും കോളൻ ഇട്ടിട്ട് 5ഉം കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. 5 അല്ല 7 കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇതിപ്പോൾ നമ്മൾ 2 വാല്യൂസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടായിട്ടും സ്റ്റോപ്പായിട്ടും ആയിരിക്കും അത് എടുക്കുക. 2 വാല്യൂ. സ്റ്റെപ്പ് ഡിഫോൾട്ടായിട്ട് 1 ആയിട്ട് എടുക്കും. സ്റ്റെപ്പ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് 1 ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇത് പ്രിന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? എച്ച് പ്രിന്റ് ചെയ്യും, ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇ എൽ ഒ എൽ എൽ ഒ സ്പേസ് W O. അപ്പോൾ അവസാനത്തെ ഇത് പ്രിന്റ് ചെയ്യില്ല. അതിന് തൊട്ട് മുന്നിലുള്ള W വരെ പ്രിന്റ് ചെയ്യും. കണ്ടോ? ഇങ്ങനെ പ്രിന്റ് ചെയ്യും. ഈ 2 വാല്യൂസിന് പകരം ഒരു വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിലോ? ഒരു വാല്യൂ ആണെങ്കിലും കൊടുക്കാം. അത് നമ്മൾ നേരത്തെ കണ്ടതല്ലേ. ഇപ്പോൾ 5 ആണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ 5 എന്താ സ്പേസ് ആയിരിക്കും. സ്പേസ് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഒരെണ്ണം ആണെങ്കിൽ ആ ഇൻഡെക്സിൽ എന്താണുള്ളത് അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. പിന്നെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇൻസേർട്ട് സെല്ലപ്പോൾ കൊടുത്തിട്ട് y സ്റ്റാർട്ട് ഒരു വേരിയബിൾ അല്ല ഒരു ഇൻഡെക്സ് കൊടുക്കുന്നു. ഇപ്പൊ 2 എന്നുള്ള ഇൻഡെക്സ് കൊടുത്തു, എന്നിട്ട് കോളൻ ഇട്ടു. പക്ഷെ നമ്മൾ അടുത്ത വാല്യൂ കൊടുക്കുന്നില്ല. അതിനർത്ഥം
ഇത് ലാസ്റ്റിലത്തെ ഇൻഡെക്സ് വരെ ഇത് റൺ ചെയ്യും. സെക്കൻഡ് ഇൻഡെക്സ് മുതൽ ലാസ്റ്റിലത്തെ ഇൻഡെക്സ് വരെ റൺ ചെയ്യും. സെക്കൻഡ് ഇൻഡെക്സ് L മുതൽ ലാസ്റ്റ് വരെ റൺ ചെയ്യും. അപ്പോൾ ഒരു ഇൻഡെക്സ് കൊടുത്തിട്ട് ഒരു കോളൻ ഇട്ട് നമ്പർ കൊടുത്തില്ലെങ്കിൽ അത് ലാസ്റ്റ് വരെ റൺ ചെയ്യും. അതുപോലെ നമുക്ക് തിരിച്ചും ചെയ്യാം. y സ്ക്വയർ ബ്രാക്കറ്റിൽ ആദ്യത്തെ നമ്പർ നമ്മൾ കൊടുക്കുന്നില്ല, പിന്നെ സെക്കൻഡ് നമ്പറാണ് കൊടുക്കുന്നത്. സെക്കൻഡ് നമ്പർ 8 കൊടുക്കുന്നു. 8 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യും, 8 വരെ റൺ ചെയ്യും. ഫസ്റ്റ് മുതൽ 8 എന്ന് പറഞ്ഞാൽ 8 തൊട്ട് മുന്നേ ഉള്ള ഇവിടെ ഇൻഡെക്സ് വരെ റൺ ചെയ്യും. അതാണ് സ്ലൈസിങ് എന്ന് പറയുക. ഒരു വേരിയബിൾ നെയിം സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 3 നമ്പർ കൊടുക്കാം, സെപ്പറേറ്റഡ് ബൈ കോളൻ. അത് 3 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് പൊസിഷൻ മുതൽ സ്റ്റോപ്പിന് തൊട്ട് മുന്നേ ഉള്ള പൊസിഷൻ വരെ എന്ത് സ്റ്റെപ്പാണ് കൊടുക്കുന്നത് അതിന്റെ ഡിഫറൻസിൽ പ്രിന്റ് ചെയ്യും. സ്റ്റെപ്പ് കൊടുത്തില്ലെങ്കിൽ അത് ഡിഫോൾട്ടായിട്ട് 1 ആയിട്ട് എടുക്കും. സ്റ്റോപ്പ് നമ്മൾ കൊടുത്തില്ല, കോളൻ ഇടുകയാണെങ്കിൽ ലാസ്റ്റ് വരെ പ്രിന്റ് ചെയ്യും. സ്റ്റാർട്ട് കൊടുത്തില്ല, കോളൻ ഇടുകയാണെങ്കിൽ ആദ്യം മുതൽ സ്റ്റോപ്പ് വരെ പ്രിന്റ് ചെയ്യും. ഇപ്പോൾ സ്റ്റാർട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒരു നമ്പർ മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ ആ ഇൻഡെക്സിലെ ആ വേരിയബിൾ പ്രിന്റ് ചെയ്യും. ഇത്രയും മനസ്സിലായോ? സാർ ചാർട്ടിലും 0 എടുക്കുകയാണ്, സ്റ്റോപ്പിലും 0 എടുക്കുക, എന്താ വരിക? അപ്പോൾ ആദ്യത്തെ ആ ലെറ്റർ മാത്രമായിരിക്കും പ്രിന്റ് ചെയ്യുക. അത് ചെയ്ത് നോക്കാം. y സ്റ്റാർട്ടിൽ 0 കൊടുത്തു, സ്റ്റോപ്പിൽ 0 കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ 0th ഇൻഡെക്സിലുള്ള ഇത് പ്രിന്റ് ചെയ്യുന്നതാണ്. ഇല്ല, ഇവിടെയുള്ള പ്രശ്നം എന്ത് പൊസിഷന് തൊട്ട് മുന്നേ ഉള്ള ഇത് വരെ പ്രിന്റ് ചെയ്യുള്ളല്ലോ, അതുകൊണ്ട് ഒന്നും പ്രിന്റ് ആവില്ല. ശരിയാണ്. ഇപ്പൊ 2 0 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പ്രിന്റ് ആവില്ല. ഇത് മനസ്സിലായോ? ഇത്രയും മനസ്സിലായി. ഇതുപോലെ തന്നെ നമ്മളിപ്പോ പോസിറ്റീവ് ഇൻഡെക്സ് ആണ് ഉപയോഗിച്ചത്, അതുപോലെ തന്നെ നെഗറ്റീവ് ഇൻഡെക്സ് ഉപയോഗിക്കാം. നെഗറ്റീവ് ഇൻഡെക്സ് നമുക്ക് വെച്ചും ചെയ്ത് നോക്കാം. നെഗറ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ y -1 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് വിചാരിക്കാം. -1 ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഏറ്റവും അവസാനത്തുനിന്ന് ആദ്യത്തെ ക്യാരക്ടർ, ഇവിടെ D ആണ്, ഏറ്റവും അവസാനത്തുനിന്ന് ആദ്യത്തെ ക്യാരക്ടർ അത് പ്രിന്റ് ആവും, D. അതുപോലെ ഈ നെഗറ്റീവ് ഉപയോഗിച്ച് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഈ 3 എണ്ണം ഇതുപോലെ തന്നെ കൊടുക്കാം. 2 എണ്ണം കൊടുത്തു നോക്കാം. y സ്ക്വയർ ബ്രാക്കറ്റിൽ -1 കോളൻ -8 കോളൻ 1. -1 കൊടുക്കണോ 1 കൊടുക്കണോ? -1 കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഓർഡറിൽ പ്രിന്റ് ചെയ്യും. -1 നിന്ന് സ്റ്റാർട്ട് ചെയ്യും, -8 വരെ -1ന്റെ സ്റ്റെപ്പിൽ. ഇപ്പോൾ D L R O W സ്പേസ് O. ഇവിടെ +1 കൊടുത്തു നോക്കാം എന്ത് കിട്ടും. +1 കൊടുത്തു കഴിഞ്ഞാൽ ഈ -1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പോസിറ്റീവ് സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ അവിടെ ഒന്നും പ്രിന്റ് ആവത്തില്ല. ഇവിടെ സ്റ്റെപ്പ് കൊടുക്കുമ്പോഴും നെഗറ്റീവ് തന്നെ സ്റ്റെപ്പ് കൊടുക്കണം. ഈ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് ഇൻഡെക്സ് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സ് ഉപയോഗിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്റ്റെപ്പ് നെഗറ്റീവ് ആയിരിക്കണം. ഇതിനെയാണ് സ്ലൈസിങ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രിങ്ങിന്റെ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സ്ലൈസിങ് എന്ന് പറയാം. ഈ കൺകാറ്റനേഷനും റിപ്പീറ്റേഷനും നമ്മൾ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ
നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇതാണ് രണ്ട് സ്ട്രിങ് ഉണ്ട്, രണ്ട് സ്ട്രിങ് തമ്മിൽ ആഡ് ചെയ്യുന്നതിനെയാണ് കൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. ഒരു ഒറ്റ ഇതായിട്ട് പ്രിന്റ് ചെയ്യുന്നു. റെപ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ റെപ്പറ്റീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതാണ്. എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്റ്റാർ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? അത് 10 തവണ റിപ്പീറ്റ് ചെയ്ത് കിട്ടും. അതിനെയാണ് റിപ്പറ്റേഷൻ എന്ന് പറയുക. കൺകാറ്റനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങിനെ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ആഡ് ചെയ്ത് ഒരു ഒറ്റ സ്ട്രിങ് ആക്കി എഴുതുന്നത് തന്നെയാണ്. ഇനി ഈ സ്ട്രിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ് സ്ട്രിങ്സ് ആർ ഇമ്മ്യൂട്ടബിൾ. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ മ്യൂട്ടബിൾ അല്ല. മ്യൂട്ടബിൾ എന്ന് വെച്ചാൽ എന്താ? ചേഞ്ച്, എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. സ്ട്രിങ്ങിന് ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരു വൈ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ഉണ്ട്. ഇവിടെ നമ്മൾ വൈ ഹലോ വേൾഡ് എന്നാണ് എടുത്തിരിക്കുന്നത്. ഹലോ വേൾഡ് എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ട്. ഈ സ്ട്രിങ്ങിന് ചേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കിവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വൈ ഓഫ് 0 ഈക്വൽ ടു എസ് എന്ന് കൊടുക്കാൻ പറ്റില്ല. വൈ ഓഫ് 0 ഇപ്പോൾ എച്ച് ആണ്. അതായത് ഫസ്റ്റ് 0th ഇൻഡെക്സിലുള്ള ക്യാരക്ടർ എച്ച് ആണ്. അവിടേക്ക് നമ്മൾ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 0 മാറ്റിയിട്ട് എസ് ആക്കണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എറർ കാണിക്കും. സ്ട്രിങ് ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെന്റ്. അതായത് ഒരു ക്യാരക്ടർ മാറ്റിയിട്ട് പുതിയൊരു ക്യാരക്ടർ കൊടുക്കാൻ പറ്റില്ല. അതിനെയാണ് ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്. അതായത് സ്ട്രിങ് ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യാം. ഈ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ച അതേ കാര്യം ഇങ്ങനെ ചെയ്യാം. അതായത് y ഈക്വൽ ടു z പ്ലസ് y 1 കോളൻ. 1 കോളൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ എൻഡ് വരെ പ്ലസ് ഒരു z. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്താ? 0th പൊസിഷനിലുള്ള ക്യാരക്ടറിനെ മാറ്റി അവിടെ എസ് ആക്കുന്നു. അതിന് പകരം നമ്മളിവിടെ ചെയ്തത് y എന്നൊരു പുതിയ വേരിയബിൾ ഡിഫൈൻ ചെയ്തു. അതിൽ ഫസ്റ്റ് ക്യാരക്ടർ z ആയിട്ട് എടുത്തു, പ്ലസ് എന്നിട്ട് ഫസ്റ്റ് ക്യാരക്ടറിനെ ഒഴിവാക്കിയിട്ട് 1 മുതൽ എൻഡ് വരെ ഉള്ളതിനെ ആഡ് ചെയ്തു. ഇപ്പൊ റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? അവിടെ ഹലോ വേൾഡിനുള്ളിൽ എച്ച് മാറിയിട്ട് അവിടെ z ആവും അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ എന്താവും? ഹലോ വേൾഡിനുള്ളിൽ എച്ച് മാറിയിട്ട് z ആവും. അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. പക്ഷെ ഇത് ഈ y എന്നുള്ള സ്ട്രിങ്ങിന് മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മൾ പുതിയ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു. അതിന്റെ പേര് y എന്നാണ്. പക്ഷെ അത് പുതിയൊരു സ്ട്രിങ് ആണ്. ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടെ y ഓഫ് 0 ഈക്വൽ ടു എസ് എന്ന് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു സ്ട്രിങ് ഉണ്ടാക്കാം. അത് ഈ പഴയ സ്ട്രിങ്ങിന്റെ അതേ പേരാകാം, പക്ഷെ അത് സെയിം സ്ട്രിങ് അല്ല. അതിനെയാണ് ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറയുക. വി ആർ നോട്ട് ചേഞ്ചിങ് ദ ഒറിജിനൽ സ്ട്രിങ്സ് ഹിയർ ബട്ട് ക്രിയേറ്റിംഗ് ന്യൂ സ്ട്രിങ്സ് ആസ് എ റിസൾട്ട് ബിക്കോസ് സ്ട്രിങ്സ് ആർ ഇമ്മ്യൂട്ടബിൾ. സ്ട്രിങ്സ് ഇമ്മ്യൂട്ടബിൾ ആയതുകൊണ്ട് അതിൽ ചേഞ്ച് വരുത്താൻ പറ്റില്ല. നമുക്ക് പുതിയൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാം. അതിന് പഴയ സ്ട്രിങ്ങിന്റെ പേര് കൊടുക്കാം, പക്ഷെ അത് ഡിഫറെന്റ് സ്ട്രിങ് ആയിരിക്കും. ഇതാണ് സ്ട്രിങ്ങിന്റെ ഒരു പ്രോപ്പർട്ടി, ഇമ്മ്യൂട്ടബിൾ ആണ്, ചേഞ്ച് വരുത്താൻ പറ്റില്ല. പിന്നെ സ്ട്രിങ്സിൽ നമുക്ക് ഫ്ലോട്ടിലും ഇൻറ്റിലും ചെയ്യാൻ പറ്റാത്ത കുറെ ഓപ്പറേഷൻസ് ചെയ്യാം. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. അപ്പോൾ y ഡോട്ട് അപ്പർ എന്ത് റൗണ്ട് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് സ്മോൾ ലെറ്ററിൽ ഉണ്ടായിരുന്ന സ്ട്രിങ്ങിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാം, ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഉണ്ടോ? സ്മോൾ ലെറ്റർ ഉണ്ടായിരുന്നതിനെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ y ഡോട്ട് ഫൈൻഡ് LLO എന്നാണെങ്കിൽ ഈ LLO നമ്മൾ ഒരു സ്ട്രിങ്ങിൽ LLO എന്നുള്ളത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ആ ഇൻഡെക്സ് കാണിക്കും. റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട 2 HELLO എന്നാണല്ലോ. അപ്പോൾ ആദ്യത്തെ എച്ചിൻ്റെ ഇൻഡെക്സ് 0,
ഈഡ് ഇൻഡെക്സ് 1 എല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഇൻഡെക്സിലാണ്. അതവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ സ്ട്രിങ് ഡിഫൈൻ ചെയ്തു, എ കോമ ബി കോമ സി അങ്ങനെ ഒരു സ്ട്രിങ് വെറുതെ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ലൈൻ ഡോട്ട് വേരിയബിൾ നെയിം ഡോട്ട് സ്പ്ലിറ്റ് ബ്രാക്കറ്റിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് ഒരു കോമ, ആ കോമ ഉള്ളിടം വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് പല സ്ട്രിങ് ആക്കി മാറ്റും. ഇതിപ്പോൾ ഒരു ഒറ്റ സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ കോമ വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. കോമ ഉള്ളിടം വെച്ചിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പുതിയൊരു സ്ട്രിങ് ആക്കി മാറ്റും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതൊരൊറ്റ സ്ട്രിങ് ആയിരുന്നു. ഇപ്പോൾ അതിനെ 1 2 3 4 സ്ട്രിങ് ഉള്ള ഒരു ലിസ്റ്റ് ആക്കി മാറ്റി. ഇത് ലിസ്റ്റ് ആണ്. ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ലിസ്റ്റ് എന്നർത്ഥം. ആ ലിസ്റ്റ് എന്താണ് നമ്മൾ അടുത്ത ഇതിൽ പഠിക്കാം. ഇങ്ങനെ ചെയ്യാം. ഈ സ്ട്രിങ്ങിൽ ഇതുപോലത്തെ ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റും. ഇവിടെ 3 എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെ ലോവർ കേസിലേക്കും കൺവേർട്ട് ചെയ്യാം. ഇവിടെ ലോവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഒരു സ്ട്രിങ്ങിൽ എന്തെങ്കിലും ഒരു ചെറിയ പോർഷൻ ഏത് ഇൻഡെക്സിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാം. ഒരു കോമ, ഏതെങ്കിലും ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ വരുന്നിടം വെച്ച് സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 3 മാത്രമേ പറഞ്ഞുള്ളൂ. 3 മാത്രമല്ല, കുറേ ഫങ്ഷൻസ് ഇതിൽ ചെയ്യാം. എന്തൊക്കെ ഫങ്ഷൻസ് ഇതിൽ ചെയ്യാം എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാം. DAR ബ്രാക്കറ്റിൽ ഏത് വേരിയബിളിലാണോ നമ്മൾ കുറേ ഫങ്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൈയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസിന്റെ എല്ലാം ഒരു ലിസ്റ്റ് കിട്ടും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ ഫങ്ഷൻസ് എല്ലാം ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാപിറ്റലൈസ്, കേസ് ഹോൾഡ്, സെൻഡർ, ഫൈൻഡ് ആണ് നമ്മളിപ്പോൾ ഒന്ന് ചെയ്തത്. ഇൻഡെക്സ്, ഇങ്ങനെ കുറേ ഇത്രയും ഫങ്ഷൻസ് ഈ സ്ട്രിങ്ങിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇപ്പോൾ ഒരു സ്ട്രിങ് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് അത് വൈ ആണെങ്കിൽ വൈ ഡോട്ട് ക്യാപിറ്റലൈസ് ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, കേസ് ഫോൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, സെൻഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം അതാണ് സ്ട്രിങ്സ്. ഇത്രയും മനസ്സിലായോ? ഇത് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഓർത്തിരിക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഇതാണ്, ഈ ലെങ്ത് ഫംഗ്ഷൻ എന്താണ്, പിന്നെ ഇൻഡെക്സ് ഉണ്ട്, അത് 0 to 10 ഉണ്ടാവും, -1 to ഇത് ലെങ്ത് എത്രയാണോ അത് -11 വരെ ഉണ്ടാവും. പിന്നെ സ്ലൈസിങ്ങിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. സ്റ്റാർട്ട് കോളൻ സ്റ്റോപ്പ് കോളൻ സ്റ്റെപ്പ് എന്നാണ് ഉപയോഗിക്കേണ്ടത്, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റോപ്പിന് തൊട്ട് മുന്നേ ഉള്ള ക്യാരക്ടർ വരെ പ്രിന്റ് ചെയ്യുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ട്രിങ്സ് ഇമ്മ്യൂട്ടബിൾ ആണ്. ഇത്ര മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ അതിലൊരു റീപ്ലേസ് എന്തൊരു റീപ്ലേസ് അല്ലേ? അതാ മറ്റേ സ്ട്രിങ്ങത്തെ ആ ഒരു പ്ലേസത്തെ ഇത് മാത്രം മാറ്റാനാണോ അതോ മൊത്തം വേർഡ് മാറ്റാനോ? ഒരു പ്ലേസ് മാറ്റാനായിരിക്കും. വൈ ഡോട്ട് റീപ്ലേസ് ബ്രാക്കറ്റിൽ റീപ്ലേസ് 2 ആർഗ്യുമെന്റ് ഉണ്ട്. 0 ഇത് റീപ്ലേസ് ചെയ്യണം, എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? ഇപ്പോൾ കെ വെച്ച് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കും.
അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. റീപ്ലേസ് നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരം കൊടുക്കുന്നു, കോമ ആ അക്ഷരത്തിന് പകരം ഏത് അക്ഷരമാണ് ഉപയോഗിക്കേണ്ടത് അത് കൊടുക്കുന്നു. ഇവിടെ ഹലോ വേൾഡിനുള്ളിൽ എല്ലിന് പകരം പി ആയി പ്രിന്റ് ചെയ്തു വരും. അങ്ങനെയാണ് റീപ്ലേസ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് റൺ ചെയ്ത് നോക്കിയാൽ റൺ ചെയ്ത് കഴിയുമ്പോൾ എറർ കാണിക്കും. ആ എറർ വായിച്ചിട്ട് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിക്കുക. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വെറുതെ. വേറെ ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? അല്ല സാർ, അപ്പൊ ആ ഇൻഡെക്സിത്തെ ഒരു ഇൻഡെക്സിൽ മാത്രം റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഒരു ഇൻഡെക്സ് അല്ല റീപ്ലേസ് ചെയ്യുന്നത്, ലെറ്റർ ആണ്. അങ്ങനെയല്ല, ഇൻഡെക്സിലത്തത് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റും ഈ സംഭവം? അതിന് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ കാണും, അതറിയില്ല. ഇതിനെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കാണും. ഇവിടെ സംഭവിക്കുന്നത് ഈ വൈയിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. വൈ ഡോട്ട് റീപ്ലേസ് എൽ ഡോട്ട് പി എന്ന് വന്നു കഴിഞ്ഞാൽ പുതിയൊരു വേരിയബിൾ ആണ് ഇതിവിടെ പ്രിന്റ് ആവുന്നത്. വൈ ഇവിടെ നമ്മൾ പ്രിന്റ് വൈ കൊടുത്തു കഴിഞ്ഞാൽ വൈ അതുപോലെ തന്നെ ഇരിക്കും. ഉണ്ടോ? വൈയിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. വൈ ഡോട്ട് റീപ്ലേസ് എൽ പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈയിലെ എല്ലിന് സ്ഥാനത്ത് പി ഉള്ള ഒരു പുതിയ വേരിയബിൾ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. പക്ഷെ വൈയിലെ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. സ്ട്രിങ്സ് ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞല്ലോ. ഒരു ഇൻഡെക്സ് മാത്രം ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ കാണും, ചിലപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. വേറെ ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. 9:30 അപ്പോൾ ഇല്ലെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് 11 മണിക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസ് ക്ലോസ് ചെയ്യണം.